നിങ്ങളെല്ലാവരും അല്ലെങ്കിൽ ഒരുപാട് മീഡിയാസ് അല്ലെങ്കിൽ കുറേ പേര് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന അടി ഉണ്ടായിട്ടില്ല. ഇതൊരു അടി കേസായിട്ട് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ബിക്കോസ് അടി ഉണ്ടായിട്ടില്ല. ഞാൻ ആവർത്തിച്ചുകൊണ്ട് പറയാണ്, ആസ് എ വ്യക്തി എന്ന നിലയിൽ ഞാൻ ഇതുവരെ എൻ്റെ 22-ാം വയസ്സിലും 21-ാം വയസ്സിലും കണ്ട ആൾക്കാർ ഇവിടെ ഈ കൂട്ടത്തിലുണ്ട്. ഞാൻ പറഞ്ഞൊന്നും ഞാൻ നുണ പറയാറില്ല. മാത്രമല്ല, എനിക്ക് ചെയ്ത കാര്യങ്ങൾ സമ്മതിക്കാനും മടിയില്ല. അന്ന് ഉണ്ടായ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇയാൾ വരുന്നു, ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം, ഇയാൾ വരുന്നു. പുള്ളി ചെയ്ത കാര്യങ്ങൾ നമുക്ക് പൊറുക്കാൻ പറ്റാത്ത കാര്യങ്ങളായതുകൊണ്ട് ഒരു സുഹൃത്ത് എന്ന നിലയിൽ എനിക്ക് അറിയണമെന്നുണ്ടായിരുന്നു എന്ത് അവസ്ഥയിലാണ് ഇയാൾ ഇത്രയും മോശപ്പെട്ട കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് സംസാരിക്കുന്നത്. ഒരു ഹീറ്റഡ് ആർഗ്യുമെന്റിന്റെ ഭാഗമായിട്ട് ഇയാളോട് കൂളിംഗ് ക്ലാസ് എന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഇവിടെ നിങ്ങളോട് മുന്നിൽ കൂളിംഗ് ക്ലാസ് ഇരുന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ യു വിൽ ഫീൽ ഇൻസൾട്ടഡ്. ബിക്കോസ് ഞാനൊരു സീരിയസ് കാര്യം സംസാരിക്കാൻ വരികയാണ്. നിങ്ങൾ ആ സൈക്കോളജിക്കൽ സാധനം മനസ്സിലാക്കുന്നെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിവേസ്, ഒരു ഹീറ്റഡ് ആർഗ്യുമെന്റ് ഞാൻ ഈ കൂളിംഗ് ഗ്ലാസ് വലിച്ചെറിഞ്ഞു. സത്യമാണ്. പുള്ളി പേടിച്ചിട്ട് കുറച്ച് നേരത്തിന് കരഞ്ഞിട്ട് പുള്ളി മാപ്പ് പറഞ്ഞു പോയി. ഫേസ് വാല്യൂവിൽ ഒരാൾ പറഞ്ഞ കാര്യങ്ങൾ, ദാറ്റ് ഈസ് എൻ്റെ അടുത്ത സുഹൃത്തായ ടോയിനോടെ പേര് പറഞ്ഞിട്ട് ഞാൻ ഇയാളുടെ സിനിമയെ മോശപ്പെട്ട രീതിയിൽ സംസാരിച്ചു അടിച്ചു എന്നൊക്കെ പറഞ്ഞു. ഇത് കംപ്ലീറ്റ്ലി ഒറിജിനൽ ഇഷ്യൂന്ന് ട്രാക്ഷൻ മാറ്റാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയൊരു കഥയാണ്. കംപ്ലീറ്റ്ലി ഫാബ്രിക്കേറ്റഡ് ആണ്. പറഞ്ഞ ഓരോ കാര്യങ്ങളും ഞാൻ നിഷേധിക്കുന്നു. എന്നെ സംബന്ധിച്ച് നടന്ന കാര്യങ്ങൾ ഇതാണ്. ഇതൊരു വളരെ മോശപ്പെട്ട കാര്യം പുള്ളിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതുകൊണ്ട് അത് വിത്ത് പ്രൂഫ് പിടിക്കപ്പെട്ടു.